എന്താണ് പരിപാടി? ചപ്പാത്തിയും മുട്ടക്കിഴങ്ങോ? നിങ്ങളുടെ ഇന്നത്തെ നൈറ്റിലേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ചേട്ടായുടെ വകയാണ്. ചപ്പാത്തി പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ്, നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ്. കുക്കഡ്. അപ്പോഴേക്ക് ഇവിടുത്തെ കോലം നോക്കൂ. ഇവിടെ പിള്ളേർ വീടിനകത്താണ്. അപ്പോഴേക്കും വേണ്ട ഇവിടെ നമുക്ക് ഇച്ചിരി ഇതെല്ലാം ഒതുക്കാനുണ്ട്. എന്നാൽ പിന്നെ ഈ പരിപാടി ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇളക്കത്തില്ല. പൊട്ടിച്ചൊഴിച്ചിട്ട് ചെറിയൊരിളക്ക്, ആ മഞ്ഞ ഒരു കുഞ്ഞായിട്ട് പൊട്ടിക്കുള്ളൂ. ഒരുപാട് ഇളക്കാതിരിക്കുമ്പോൾ ചില പീസൊക്കെ മുഴുത്തതായിട്ട്, ചിലതൊക്കെ ഇങ്ങനെ ഇതിനകത്ത് അലിഞ്ഞൊക്കെ കിട്ടും. ചെറിയ മുഴുത്ത പീസൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. മസാല ഇട്ടു, എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് ഒരു മുട്ട തീ കുറച്ച് വെച്ചേക്കും. 2 മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിച്ച് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പതുക്കെ മുട്ട, ഒത്തിരി ഒന്നും ആക്കണ്ട, മുട്ട അതിനകത്ത് ലയിച്ചോട്ടെ. ഇത് പയ്യെ ഒന്ന് തീ കൂട്ടി കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ മുട്ട കുഴയുമ്പോൾ നമ്മൾ പരിപാടി നിർത്തും. ഇനി പയ്യെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണോ? ഉപ്പൊക്കെ കറക്റ്റ്. അല്ല, ഇതിപ്പം കുഴഞ്ഞ് നല്ലത് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ പ്രത്യേക സ്വാദായിരിക്കും. അപ്പം നമ്മളത് ഇങ്ങനെ ഓഫ് ചെയ്യും. ഇങ്ങോട്ട് വാ, കാണിക്കണമെങ്കിൽ. അങ്ങനെ നമ്മളിവിടെ ഇത് മുട്ടയൊക്കെ ഇരിക്കും, കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ കേട്ടോ, അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. അടുക്കളയിലെ പാത്രം മൊത്തം നമ്മൾ കഴുകിക്കഴിഞ്ഞു. നഹന എടുത്തു. കറി ഒഴിക്കട്ടെ? കറി നമുക്ക് സെപ്പറേറ്റ് പാത്രത്തിൽ തരാം. ഓക്കെ, എനിക്ക് കറി തരാം. കണ്ടോ, മഴ പോയില്ലേ? മഴ പോയി. ഒരു പാത്രം കൂടെ ഉണ്ട് കേട്ടോ, അതിപ്പോൾ ചായ തിളപ്പിച്ചാൽ അത് നമുക്ക് പിന്നെ കഴിയാം. എല്ലാം കൂടെ കഴുകിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായി പോയാലോ. ഓ, ഇതല്ലല്ലോ എനിക്ക് എത്ര. ചേട്ടയുടെ സ്പെഷ്യൽ കറി. ഹന്ന ചിലപ്പം കറി കൂട്ടിയില്ലെങ്കിലോ കൊണ്ടാണ് ഞാൻ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ ആയിട്ട് എടുക്കുന്നത്. അവളുടെ കാര്യം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല.
സ്പെഷ്യലായിട്ട് കിട്ടും. എനിക്കാണോ? അല്ല, ഹന്നയ്ക്ക്. ഹന്ന എന്നാ കഴിച്ചേ വന്ന്. ഓക്കെ, ഇവിടുത്തെ ലൈറ്റ്സ് ഇടാ. എഫ്രൂന് തരാം. ബാ ബാ, നോ, ബാ, എഫ്രൂന് തരാം. ഇനി നമുക്ക് ചേട്ടായിക്കുള്ള ചപ്പാത്തി എടുക്കാം. ചേട്ടായിക്ക് ഒരു 5 എണ്ണം വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2, 3, 4, 5 5 ചപ്പാത്തി. നൈസ് ചപ്പാത്തിയാണ്, തികയില്ലെന്നും പറഞ്ഞ്. എനിക്ക് 2 എണ്ണം മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, കറി കഴിക്കാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ മുട്ടയുടെ എണ്ണം കുറവാണെങ്കിലും പിന്നെ എളുപ്പത്തിന് വേണ്ടിയും നമ്മളിങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കാറ്. കുറേ ഉണ്ട്, നമ്മൾ അല്ലാത്ത രീതിയിലുണ്ടാക്കും. പുഴുങ്ങിയൊക്കെ പിന്നെ പുഴുങ്ങണം. അതൊക്കെ സമയം പോക്കായതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കും. ഇത് ചേട്ടായിയുടെ സ്പെഷ്യൽ. ഇതാ ചേട്ടായി തരാം. എഫ്രൂനും തരാം. എഫ്രൂന് എടുത്തിട്ടുണ്ട്. ആ, എഫ്രൂന് ഒരു ചപ്പാത്തി വെച്ചിട്ടുണ്ട്. അവൻ ചിലപ്പോൾ ഇങ്ങനെ തിന്നത്തില്ല. കറി കൂട്ടി തിന്നില്ലെങ്കിൽ ഞാൻ പാലൊഴിച്ച് കുതിർത്ത് കൊടുക്കും. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്. എഫ്രൂന് തരട്ടെ, മമ്മമ്മ തരട്ടെ, മമ്മമ്മ. ഓക്കെ, അപ്പം ഇനി കഴിക്കാൻ പോവാം കേട്ടോ. ഞാൻ ഇനി ഇവരെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട്